എല്ലാവർക്കും നമസ്കാരം. രാഹുൽ സാറാണ്. സോ 10 മാർക്ക് വെറുതെ കിട്ടുന്നതല്ല, നമ്മൾ പഠിക്കാൻ പോവുകയാണ്. 10 മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് 10 മാർക്ക് കിട്ടാൻ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പം 60-ൽ 10 മാർക്ക് കിട്ടാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ക്വസ്റ്റ്യൻസ് കണ്ടു പഠിച്ചു കഴിഞ്ഞാൽ 10 മാർക്ക് നിങ്ങൾക്ക് ഷുവറാണ്. കാരണം അത്രയും നമ്മൾ ക്വസ്റ്റ്യൻസ് എല്ലാം എടുത്ത് നോക്കിയിട്ട് സ്ഥിരം 2 മാർക്കിന് റിപ്പീറ്റ് ചെയ്യുന്ന 5 ക്വസ്റ്റ്യൻസ് ഇതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ 5 ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ 10 മാർക്ക് ഷുവറാണ്. ഇത് ഓർഗാനിക് ഇൻക്ലൂഡ് ആവാത്ത ഇനോർഗാനിക്കിൻ്റെ പോർഷൻസ് ആണ്. ഓർഗാനിക് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഈ 5 ടോപ്പിക് സ്ഥിരം നമുക്ക് 2 മാർക്കിന് ഒരു മിനിമം ഒരു 5 വട്ടത്തിൽ കൂടുതലെങ്കിലും റിപ്പീറ്റ് ചെയ്തിട്ടുള്ള 5 ടോപ്പിക്, അതായത് 10 മാർക്കിന് ചോദിക്കാൻ പറ്റുന്ന 5 ടോപ്പിക്, അതാണ് ഞാൻ ഈ എഴുതിയിട്ടേക്കുന്നത്. നമുക്ക് ഓരോ ടോപ്പിക്സ് ആയിട്ട് നോക്കാം. ഒന്നാമത്തത് വേരിയേഷൻ ഓഫ് കണ്ടക്ടിവിറ്റി ആൻഡ് മോളാർ കണ്ടക്ടിവിറ്റി വിത്ത് ഡൈലൂഷൻ. ഇത് ഒരുപാട് വട്ടം, ഒരു 7-8 വട്ടം, ഇത്രയും വർഷമായിട്ട് 7-8 വട്ടം സ്ഥിരം റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ വേരിയേഷൻ ഓഫ് കണ്ടക്ടിവിറ്റി ആൻഡ് മോളാർ കണ്ടക്ടിവിറ്റി വിത്ത് ഡൈലൂഷൻ. അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കണ്ടക്ടിവിറ്റിയും മോളാർ കണ്ടക്ടിവിറ്റിയും ഡൈലൂഷൻ ചെയ്യുന്നതനുസരിച്ച് വേരി ചെയ്യും. കണ്ടക്ടിവിറ്റി K ആണെങ്കിൽ ഡൈലൂഷൻ കൂടുന്തോറും കണ്ടക്ടിവിറ്റി K കുറയും. കണ്ടക്ടിവിറ്റി K ആണ്, കണ്ടക്ടിവിറ്റി K കുറയും. അതിൻ്റെ റീസൺ നമ്പർ ഓഫ് അയോൺസ് പെർ യൂണിറ്റ് ഏരിയ, നമ്പർ ഓഫ് അയോൺസ് പെർ യൂണിറ്റ് ഏരിയ ഡിക്രീസ് ചെയ്യും. ഓക്കെ. എന്നാൽ മോളാർ കണ്ടക്ടിവിറ്റി ലാംഡായം ആണ് മോളാർ കണ്ടക്ടിവിറ്റി. ഡൈലൂഷൻ കൂടുന്നതിനനുസരിച്ച് ലാംഡായം മോളാർ കണ്ടക്ടിവിറ്റി കൂടും. മോളാർ കണ്ടക്ടിവിറ്റി 2 ആൾക്കാരുടെ കേസിലാണ് നമ്മൾ പറയുന്നത്. ഒന്ന് സ്ട്രോങ് ഇലക്ട്രോലൈറ്റും, ഇവിടെ അങ്ങനെ സ്ട്രോങ്ങും വീക്കും ഒന്നുമില്ല, പക്ഷേ ലാംഡായം പറയും. മോളാർ എന്ന് പറഞ്ഞാൽ സൊല്യൂഷനായി. സൊല്യൂഷനകത്ത് 2 ടൈപ്പ് ഇലക്ട്രോലൈറ്റ് ഉണ്ട്, സ്ട്രോങ്ങും ഉണ്ട് വീക്കും ഉണ്ട്. സ്ട്രോങ്ങിൻ്റെ കേസിലും ലാംഡായം കൂടും, ഡൈലൂഷൻ കൂടുമ്പോൾ ലാംഡായം കൂടും. വീക്കിൻ്റെ കേസിലും ലാംഡായം കൂടും. സ്ട്രോങ്ങിൻ്റെ കേസിൽ കൂടാൻ കാരണം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ അയോൺസ് കൂടുന്നുണ്ട്. വീക്കിൻ്റെ കേസിൽ കൂടാൻ കാരണം നമ്പർ ഓഫ് അയോൺസ് കൂടും. ഇത് സ്ഥിരം എക്സാമിൽ റിപ്പീറ്റ് ചെയ്യുന്ന 2 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. വേരിയേഷൻ ഓഫ് കണ്ടക്ടിവിറ്റി ആൻഡ് മോളാർ കണ്ടക്ടിവിറ്റി ഡൈലൂഷൻ. ചിലപ്പോൾ ഡൈലൂഷൻ ആയിരിക്കും ചോദിക്കുന്നത്, ചിലപ്പോൾ കോൺസെൻട്രേഷൻ ആയിരിക്കും. കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് ഡൈലൂഷൻ്റെ ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ ഡൈലൂഷൻ്റെ ഓപ്പോസിറ്റ് ആകുമ്പോൾ വാല്യൂ എല്ലാം ഓപ്പോസിറ്റ് ആവും. അപ്പോൾ അത് പ്രത്യേകം പഠിച്ചു വെച്ചേക്കാം. 2 മാർക്കിന് സ്ഥിരം എക്സാമിന് റിപ്പീറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ് വേരിയേഷൻ ഓഫ് കണ്ടക്ടിവിറ്റി ആൻഡ് മോളാർ കണ്ടക്ടിവിറ്റി വിത്ത് ഡൈലൂഷൻ. അടുത്തത് റൗൾസ് ലായും ഹെൻറീസ് ലായും ആണ്. നിങ്ങളത് കണ്ടു കാണും. നിങ്ങൾ ക്വസ്റ്റ്യൻ ഇപ്പം ഒരുപാട് എക്സാം നിങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ സ്ഥിരം റിപ്പീറ്റ് ചെയ്യുന്ന 2 ലോസ് ആണ്. ഇതിൽ ഏതെങ്കിലും ഒന്ന്, അതുകൊണ്ടാണ് ഞാൻ 2 എടുത്തേക്കുന്നത്. ആൻഡ് അല്ല ഓർ. കാരണം പറയുമ്പോൾ ഹെൻറീസ് ലാ ചോദിച്ചു കഴിഞ്ഞാൽ അവർ റൗൾസ് ലാ ചോദിക്കില്ല. റൗൾസ് ലാ ചോദിച്ചാൽ അവർ ഹെൻറീസ് ലാ ചോദിക്കില്ല. ഏതെങ്കിലും ഒന്നായിരിക്കും ചോദിക്കുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് അവർ വീണ്ടും നമുക്ക് സബ് ക്വസ്റ്റ്യൻ തരുന്നുണ്ട്. നമ്മുടെ റൗൾസ് ലായുടെ ബേസിൽ സൊല്യൂഷനെ നമ്മൾ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, ഐഡിയലും നോൺ ഐഡിയലും. അതും റൗൾസ് ലാ എന്ന് തന്നെ ചോദിക്കുന്നതാണ്. അപ്പം ഹെൻറീസ് ലാ അറിയാം, പ്രഷർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പാർഷ്യൽ പ്രഷർ ഓഫ് എ ഗ്യാസ് solubility of a gas is directly proportional to mole fraction, P is equal to KH into Chi. അല്ലേ? ആ ലോ എന്താണെന്ന് എഴുതണം, ഈ ഇക്വേഷൻ എഴുതണം കേട്ടോ, എങ്കിലേ ഒരു ഫുൾ മാർക്ക് തരുത്തുള്ളൂ. പിന്നെ അതിൻ്റെ ആപ്ലിക്കേഷൻ ചോദിക്കാറുണ്ട് പലപ്പോഴും ഹെൻറീസ് ലായുടെ. 2 മാർക്കിനാണെങ്കിൽ ഹെൻറീസ് ലായിൻ്റെ ആപ്ലിക്കേഷൻ ആയിരിക്കും. ഹെൻറീസ് ലാ എന്താണെന്ന് എഴുതുക, ഇക്വേഷൻ എഴുതുക, ആപ്ലിക്കേഷൻ 3 മറ്റേ സോഡ വാട്ടറിൻ്റെ കേസ്, പിന്നെ സ്ക്യൂബ ഡൈവേഴ്സിൻ്റെ കേസ്, മൗണ്ടൻ ക്ലൈംബേഴ്സിൻ്റെ കേസ്, ഈ 3 കേസും എഴുതും. എങ്കിലും അവർ ഫുൾ മാർക്കും തരുത്തുള്ളൂ. പിന്നെ റൗൾസ് ലാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ, പാർഷ്യൽ പ്രഷർ ഓഫ് എ ഗ്യാസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മോൾ ഫ്രാക്ഷൻ. ലിക്വിഡാണ്, ഗ്യാസ് അല്ല ലിക്വിഡ്. പാർഷ്യൽ പ്രഷർ ഓഫ് എ ലിക്വിഡ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മോൾ ഫ്രാക്ഷൻ. എങ്ങനെ എഴുതുന്നത്? P is equal to P0A Chi അല്ലേ? P0 Chi അല്ലേ? P1 is equal to P01 Chi1. പിന്നെ റൗൾസ് ലായുടെ ബേസിൽ സൊല്യൂഷൻസിന് നമ്മൾ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, ഐഡിയൽ സൊല്യൂഷൻ, നോൺ ഐഡിയൽ സൊല്യൂഷൻ. അതിൻ്റെ ഡീവിയേഷൻ, പോസിറ്റീവ് ഡീവിയേഷൻ, നെഗറ്റീവ് ഡീവിയേഷൻ, നോൺ ഐഡിയൽ, അതിൻ്റെ എക്സാമ്പിൾ മതി. 2 മാർക്ക് ഷുവറാണ്, ഉറപ്പിക്കാം. അടുത്തത് ബാറ്ററി അല്ലെങ്കിൽ ഫ്യൂൽ സെൽ. ഓവർടേക്കുന്ന എന്താണെന്നറിയോ? ബാറ്ററി ചോദിച്ചാൽ ഫ്യൂൽ സെൽ അവർ ചോദിക്കില്ല. ഫ്യൂൽ സെല്ലാണെങ്കിൽ ബാറ്ററി ചോദിക്കും. ചിലപ്പോൾ 2 കൂടെ മെർജ് ചെയ്തും 2 മാർക്കിന് ചോദിക്കാറുണ്ട്.
അപ്പം ബാറ്ററി എന്താണെന്ന് അറിയില്ല, 2 ടൈപ്പ് ഉണ്ട് നമുക്ക്. പ്രൈമറി, ഒരു ഗാൽവനിക് സെല്ലിന് എക്സാമ്പിളാണ് ബാറ്ററി. 2 ടൈപ്പ് ഉണ്ട്, പ്രൈമറി, സെക്കൻഡറി. പ്രൈമറി നമുക്ക് റീചാർജ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റില്ല, സെക്കൻഡറി നമുക്ക് റീചാർജ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. അവിടെ സെൽ റിയാക്ഷൻ റിവേഴ്സ് ചെയ്തിട്ടാണ് നമ്മൾ റീചാർജ് ചെയ്ത് യൂസ് ചെയ്യുന്നത്. പ്രൈമറി ബാറ്ററി 2 എണ്ണം, ഡ്രൈ സെല്ലും പിന്നെ മെർക്കുറി സെല്ലും പഠിക്കാനുണ്ട്. ആനോഡ്, കാഥോഡ്, ആനോഡ് റിയാക്ഷൻ, കാഥോഡ് റിയാക്ഷൻ എല്ലാം നോക്കണം. സെക്കൻഡറി സ്റ്റോറേജ് സെല്ല് ലെഡ് സ്റ്റോറേജ് ബാറ്ററിയാണ്, അതിൻ്റെ ആനോഡ്, കാഥോഡ് എല്ലാം നോക്കണം. ഫ്യൂവൽ സെല്ല് എന്ന് പറയുമ്പോഴത്തേക്ക് ഫ്യൂവൽസിനെ കത്തിച്ച് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഫ്യൂവൽ സെല്ല്. അതിനൊരു ഏതൊരു ഗാൽവനിക് സെല്ലിനൊരു എക്സാമ്പിളാണ് ഫ്യൂവൽ സെല്ല്. ആ ഫ്യൂവൽ സെല്ലിനൊരു ബെസ്റ്റ് എക്സാമ്പിളാണ് ഹൈഡ്രജൻ ഓക്സിജൻ ഫ്യൂവൽ സെല്ല്. അതിൻ്റെ ഗ്രാഫ്, ആനോഡിലേക്ക് അതിലുള്ള റിയാക്ഷൻ, ഓവറാൾ റിയാക്ഷൻ, അതിൻ്റെ അഡ്വാൻറ്റേജ് മതി. പിന്നെ നമുക്ക് വരുന്നതെന്ന് പറയുന്നത് ഓർഡറും മോളിക്കുലാരിറ്റിയാണ്. അതിൻ്റെ കൂടെ ഒന്നില്ലെങ്കിൽ ഓർഡർ, അല്ലെങ്കിൽ മോളിക്കുലാരിറ്റി, അല്ലെങ്കിൽ അറീനിയഫിക്കേഷൻ. ഓർഡർ മോളിക്കുലാരിറ്റി ക്ലാസിഫൈ ചെയ്യാൻ പറയും. ചിലപ്പോൾ ഓർഡർ മാത്രമായിട്ട് ചോദിക്കും, ചിലപ്പോൾ മോളിക്കുലാരിറ്റി മാത്രമായിട്ട് ചോദിക്കും. സ്ഥിരം റിപ്പീറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യനാണ്, അതുകൊണ്ടാണ് ഡെഫിനറ്റ് ആയിട്ടും എടുത്തത്. ഓർഡർ എന്താണ്, മറ്റേ നമ്മുടെ റേറ്റ് ലോയിലും മുകളിൽ എഴുതുന്ന കോൺസെൻട്രേഷൻ്റെ മുകളിലുള്ള ടേംസ് കൂട്ടിയെടുക്കുന്നതാണ് ഓർഡർ. മോളിക്കുലാരിറ്റി എന്ന് പറഞ്ഞാൽ ആ റിയാക്ഷൻ എഴുതിയിട്ട് അതിനകത്ത് റിയാക്റ്റൻ്റ് എത്ര പേര് റിയാക്ട് ചെയ്യുന്നുണ്ടോ ബാലൻസ് ചെയ്തിട്ട് എത്ര റിയാക്റ്റൻസ് ഉണ്ടോ അതാണ് മോളിക്കുലാരിറ്റി. അത് ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി ടേബിൾ പോലെ നമ്മളത് പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ അറീനിയസിക്കേഷൻ അറിയാമല്ലോ, K = A e⁻ ഓരോ ടേംസും എടുത്തെഴുതും. പിന്നെ ഐസോമറിസം ആൻഡ് നെയിമിങ്. കോർഡിനേഷൻ കോമ്പൗണ്ട്സിൽ ഐസോമറിസം ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ അയണൈസേഷൻ ഐസോമറിസം മസ്റ്റായിട്ട് നിങ്ങൾ നോക്കണം. അയണൈസേഷനും പിന്നെ ലിങ്കേജും. സ്ഥിര എക്സാമിന് അയണൈസേഷൻ ഐസോമർ എഴുതാൻ ചോദിക്കുന്നുണ്ട്. പിന്നെ ജോമെട്രിക്കൽ ഐസോമറിസം, അത് നമ്മൾ 2 എണ്ണം പഠിച്ചിട്ടുണ്ടായിരുന്നു. കോർഡിനേഷൻ നമ്പർ 4 ഒരാളെ പഠിച്ചു വെക്കണം, കോർഡിനേഷൻ നമ്പർ 6 3 ആൾക്കാരെ പഠിച്ചു വെക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് പഠിക്കണം. പിന്നെ അതേ കണക്ക് തന്നെ നമ്മുടെ ഒപ്റ്റിക്കൽ ഐസോമറിസം ആണെങ്കിൽ 3 ആൾക്കാർ, അത് 3 പഠിച്ചു വെച്ചേക്കണം. പിന്നെ നെയിമിങ്, കോർഡിനേഷൻ കോമ്പൗണ്ട്സിനെ നെയിം ചെയ്യും. ഇത്രയും നമ്മൾ ഇത് എടുത്തത് തന്നെ ഒത്തിരി ടോപ്പിക്ക് നോക്കി എത്ര വട്ടം റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെന്നൊക്കെ എഴുതി അതിൽ നിന്ന് സോർട്ട് ഔട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഈ 5 ഇത് എടുത്തേക്കുന്നത്. 5 എണ്ണം പഠിച്ചാൽ 10 മാർക്ക് നിങ്ങൾക്ക് ഉറപ്പായിട്ടും എന്ത് ചെയ്യാം. ഇതിലേതെങ്കിലും ക്വസ്റ്റ്യൻ ഉറപ്പായിട്ട് എക്സാമിന് കാണും. സ്ഥിരം റിപ്പീറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് 10 മാർക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന 5 ക്വസ്റ്റ്യൻസ് ആണ്. മസ്റ്റായിട്ടും പഠിച്ചിട്ടേ പോകും. കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക. ഇനിയും കാര്യങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം.